പൊന്നസ്വയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു സ്റ്റൂ കറി റെസിപ്പി ആയിട്ടാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ചോദിച്ചായിരുന്നു സ്റ്റൂവിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. അപ്പോൾ അമ്മയാണ് നമുക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റൂ കറി ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ സവോളയും വേപ്പിലയും പച്ചമുളകും, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ 2 ക്യാരറ്റ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളവും, പിന്നെ നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാലും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്ക് നമ്മുടെ സ്റ്റൂ കറി ഉണ്ടാക്കാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തായിട്ട് നമ്മളിത് നമ്മുടെ കിഴങ്ങെല്ലാം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊരു 5 കിഴങ്ങെന്തോ ഉണ്ട്. പിന്നെ നമ്മളിത് 2 ക്യാരറ്റ് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം കേട്ടോ, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു സവോള കൂടി എടുത്തിട്ടുണ്ട്, സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പേസ്റ്റെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേക്കണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകൊക്കെ എടുക്കാം. ഇപ്പം നമ്മൾ 3 പച്ചമുളക് എടുക്കാനുള്ളൂ. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടണത്. അപ്പോൾ എൻ്റെ മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഗൈസ് എൻ്റെ സൗണ്ട് പോയത്. അപ്പോൾ ഇത് നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി സ്റ്റൂ ആണ്. ഇപ്പോൾ ഇത് മസ്റ്റ് ട്രൈ സാധനം കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ചോദിക്കുന്നതാണ് സ്റ്റൂവിൻ്റെ റെസിപ്പിയൊക്കെ പറയാൻ. പിന്നെ നമ്മളിത് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മൾ വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കല്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ആ പച്ചക്കറിയുടെയൊക്കെ താഴെ നിൽക്കണം, കുറച്ച് വെള്ളമേ പാടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 4 വിസിലൊക്കെ അടിച്ചാൽ മതി, കൂടുതൽ അടിക്കേണ്ട, 4 വിസിലൊക്കെ അടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ലതായിട്ട് തന്നെ വെന്ത് വരും. നമുക്ക് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ മസാലക്കൂട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തായിട്ടും ആ ഒരു മസാലയൊക്കെ സ്പ്രെഡ് ആവണം. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുക്കർ അടച്ച് വയ്ക്കുകയാണ്. ഇനി നമുക്ക് 4 വിസിലടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ അതേ നമുക്ക് കുറച്ചൊരു 5-6 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് 4 വിസിലടിക്കും. എന്നിട്ട് നമുക്ക് തുറക്കാൻ നമ്മുടെ പച്ചക്കറി എല്ലാം നല്ലതായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ സവോളയും എല്ലാം നല്ലതായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ദേ വെള്ളം കണ്ടോ ഗൈസ്, ഇത്രേ പാടുള്ളൂ വെള്ളം കണ്ടോ. അപ്പോൾ ദേ അതിൻ്റെ താഴെ തന്നെ ആ വെള്ളം നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്തപ്പോൾ ഇച്ചിരി കൂടുതൽ വെള്ളം ആയിപ്പോയെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ നമുക്ക് നല്ലതായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം കണ്ടോ. ഉരുളക്കിഴങ്ങൊക്കെ നല്ലതായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് തന്നെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ തേങ്ങാപ്പാൽ കൂടി എടുക്കാറുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ആദ്യം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നല്ലതായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സായി വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആ ബാക്കി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചെടുത്ത് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടി ആ തേങ്ങാപ്പാൽ കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഇത് കൂടുതൽ തിളച്ച് പോകാൻ പാടില്ല. തിളച്ച് പോയി കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. അതുകൊണ്ട് ഇനിയൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ. തിളച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തിളയ്ക്കാൻ പാടില്ല, ചൂടാവാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ അതേ ഗൈസ്, നമ്മുടെ ഇച്ചിരി കൂടി എരിവ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കുരുമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ചെറിയൊരു മധുരവും എരിവും എല്ലാം കൂടി നമ്മളാണ് അടിപൊളി ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മളൊരു 3 ഏലക്ക കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ആട്ടോ എടുത്തത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്കൊന്നും കൂടി ഞാൻ കാണിച്ചു തരുന്നത് വെളിച്ചെണ്ണയാണ് എടുത്തതെന്ന്.
ഓക്കെ, അപ്പോൾ നമ്മൾ അതുകൂടി എടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക. തിളച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് അവസാനമായിട്ട് നമ്മുടെ വേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡിയായി ഗൈസ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കാൻ. അപ്പോൾ ഉപ്പ് കൂടി കുറച്ച് വേണമായിരുന്നു, അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കാൻ. അപ്പോൾ അതേ ഗൈസ് നമ്മൾ കുറച്ച് മസാലക്കൂട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അന്നേരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി ഗരം മസാല കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലക്കൂട്ടാണ് ഗൈസ്. മസാലക്കൂട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റൂ ഗൈസ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും തന്നെ ആയിരിക്കും. അപ്പോൾ കുറേ നാളായി ഞാൻ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ കരുതുന്നുണ്ട് നമ്മൾ ക്രിസ്മസിൻ്റെ വ്ളോഗൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ എന്തായാലും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ 2 ചേട്ടന്മാരുടെ കല്യാണമൊക്കെ വരികയാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗും പിന്നെ അങ്ങനത്തെ കുറേ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ ഇടാൻ പറ്റാതെ വന്നത്. അപ്പോൾ പിന്നെ എക്സാമും ഉണ്ടായിരുന്നു, അതൊക്കെയാണ് ഇടാൻ പറ്റാതെ വന്നത്. അപ്പോൾ അത് എന്തായാലും ചേട്ടായിയുടെയൊക്കെ കല്യാണം വരികയാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗും പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ വ്ളോഗൊക്കെ എന്തായാലും ഞാൻ ഇടും. അപ്പോൾ എല്ലാവരും നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പവും സ്റ്റൂവും കൂടി കഴിക്കുക എന്നാ ടേസ്റ്റാന്ന് പറയുക ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ കൊതി വന്നു ഗൈസ്, നല്ല ടേസ്റ്റാണ് സ്റ്റൂ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.